മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. ദുരന്തത്തിൽ നഷ്ടമായത് 298 പേരുടെ ജീവനുകളാണ്. ഞെട്ടൽ മാറാതെയാണ് ദുരിതബാധിതർ ഇപ്പോഴും ജീവിക്കുന്നത്. ജീവൻ തിരിച്ചു കിട്ടിയവർ പുതുജീവിതം നയിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുത്തുമലയിലെ ഹൃദയഭൂമിയിലാണ് നിൽക്കുന്നത്. ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 158 പ്രിയപ്പെട്ടവരുടെ ഭൗതിക ശരീരാവശിഷ്ടങ്ങൾ മറവ് ചെയ്തത് ഇവിടെയാണ്. ഒന്നാം വാർഷികത്തിൽ നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരൊപ്പം ഉണ്ടായിരുന്നവർ, ഉമ്മയെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയും നടന്നു. എന്തായാലും വളരെ കണ്ണീരഴിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നത്. ഒരു കുടുംബത്തിലെ നിരവധി ആളുകൾ നഷ്ടപ്പെട്ട അങ്ങനെ ഒരുപാട് സങ്കട കാഴ്ചകൾ മാത്രമാണ് നമുക്കുള്ളത്. നമ്മുടെ ഇപ്പോൾ ഒരാൾ ചേരുകയാണ്. ഇക്കടെ 11 കുടുംബത്തിലെ 11-ലധികം ആളുകൾ ഈ ദുരന്തത്തിൽ കവർന്നെടുത്തല്ലേ? എന്താ എങ്ങനെയാണെന്ന് പറഞ്ഞു? 11 പേരാണ് നമ്മളതിൽ പോയത്. മുണ്ടക്കായി പള്ളീൻ്റെ നേരെ മുമ്പിലായിരുന്നു. വീടും കടയടക്കം പാടല്ലായിരുന്നു. എൻ്റെ മോന് 25 വയസ്സുള്ളൊരു മോന്, പിന്നെ പെണ്ണുങ്ങളെ ഫാമിലി ഫുള്ളായിട്ടും പോയി, കംപ്ലീറ്റും പോയി, വീടടക്കം. ഒരു വർഷം കഴിയുകയാണ്. എങ്ങനെയാണ് വളരെ ഞമ്മളതിന് ഇപ്പോഴും അതിന് മാറിയിട്ടില്ല. നമ്മൾ ഓടി കഴിച്ചില്ലായത്, ഞാനും വൈഫും ചെറിയ മോനും. ഞങ്ങൾ 3 പേരാണ് അതിൽ കഴിച്ചിലായത്. എന്താണ് സംഭവിച്ചത്? ഓർമ്മ എങ്ങനെയാണ്? സംഭവം 1 മണി 1:10 കഴിയുമ്പോൾ ഞാൻ മോനെ വിളിച്ചതാണ്. ഞാൻ ചൂരൽമല സ്കൂൾ റൂട്ടിലാണ് താമസം. മോനെ വിളിച്ചു, ഒരു 8 സെക്കൻഡ് സംസാരിച്ചു ഈ മരിച്ച മോനോട് തന്നെ. പക്ഷെ ഓരൊക്കെ അപ്പത്തിന് പെട്ട് കിടക്കുകയാണ് അവിടെ. സംശയിച്ചു. 8 സെക്കൻഡ് ഞാൻ സംസാരിച്ച മോനോട്. പിന്നെ പോകണമെന്നും പോകണില്ല. അപ്പോഴത്തിന് പിന്നെ വമ്പ സൗണ്ടാണ് വരുന്നത് മുകളിൽ നിന്ന്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓടില്ലാതെ രക്ഷമില്ല, നമ്മൾ ഓടുകയാണ്. പിറ്റേ നേരം വെളുത്തപ്പോഴാണ് പിന്നെ അതൊക്കെ അറിയുന്നത്. ഇങ്ങനെ പോയി 8 സെക്കൻഡായിട്ട് സംസാരിച്ചിട്ട് മോനോട് തന്നെ. പിന്നെ ഫോണൊന്നുമില്ല, ഫോണൊക്കെ സ്വിച്ച് ഓഫാ. പിന്നെ ഒന്നുമില്ല. ഒരുപാട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ 11 ആൾ, തൊട്ടപ്പുറത്തും 11, അങ്ങനെ പോയ ആൾക്കാരുണ്ട്. ഈ ഒരു വർഷ ശേഷം നിങ്ങൾ പലരും പരസ്പരം കാണുകയാണ്. അപ്പം എന്താണ് അവർക്ക് എന്താ ഞങ്ങൾ പറയാം, വളരെ പ്രയാസത്തിൽ തന്നെയാണ് സംഭവം. കാരണം ആലോചിക്കാൻ വയ്യ. ഇപ്പോൾ വൈഫൊക്കെ അവിടെ പോയി കരഞ്ഞ ആളെ വീടിൻ്റെ അവിടെ ഇരുന്ന് ഇപ്പോൾ എടുത്ത് വരിക. അവളെ പാപ്പാൻ്റെ അവിടെ മുകളിൽ 2 ഇതിൽ, പിന്നെ ഞാൻ ഇതിലുണ്ട്. പിന്നെ മേപ്പാടി പള്ളിയിൽ, കാപ്പങ്കുല്ലി പള്ളിയിൽ 3-4 സ്ഥലത്തായിട്ട് അത് അടക്കിയില്ല. ഇതൊക്കെ ചാലിയാർന്ന് കിട്ടിയ ബോഡി പീസായിട്ടുള്ളതാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ താമസം കമ്പളക്കാടാണ്. വാടക സർക്കാരിൻ്റെ ഇതിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ടൗൺഷിപ്പിൽ ലിസ്റ്റിൽ വിട്ടിട്ടില്ല. നമ്മളെന്താണെന്ന് അറിയില്ല. അതേങ്ങനെ അല്ലല്ല, മുണ്ടക്കൈയിലെ അഡ്രസ്സ് തന്നെ. പക്ഷേ നമ്മൾ എസ്റ്റേറ്റ് പാടിയില്ല നമുക്ക് ഉള്ളത്. വീടും സ്ഥലമൊന്നും ഇല്ല നമുക്ക് ആദ്യം തന്നെ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ലിസ്റ്റിൽ പെടാതെ പോയത് നമ്മളെ. എന്തായാലും ഈ ഹൃദയഭൂമിയിലെ കാഴ്ച നൊമ്പരപ്പെടുന്ന കാഴ്ച തന്നെയാണ്. ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ നിരവധി ആളുകൾ നഷ്ടപ്പെട്ട ഒരുപാട് പേർ, അവരെല്ലാം ഈ കുഴിമാടങ്ങളിലെത്തി കരയുകയാണ്. അത്ര വേദനാജനകമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു വർഷശേഷം നാടിനെ നടുക്കിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ, അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി അവർക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാനൊക്കെയായി ആ ഹൃദയഭൂമിയിലേക്ക് എത്തുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പുത്തുമലയിൽ നിന്നും അരുൺ വിൻസെന്റ്.